സീറോ മലബാർ സഭാ തലവൻ റാഫേൽ തട്ടിൽ പിതാവ് രാജിവെക്കണം. സീറോ മലബാർ സഭാ സിനഡ് പിരിച്ചുവിടണം. താഴത്തും തട്ടിലും പാമ്പ്ളാനി പിതാവും മാർപ്പാപ്പയെ നിരന്തരം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയുടെ നിഷ്ക്രിയനായ മേജർ ആർച്ച് ബിഷപ്പും തട്ടിൽ പിതാവും പാമ്പ്ളാനിയും നടത്തിയ ചതിയും വഞ്ചനയും സീറോ മലബാർ സഭാമക്കളെ സങ്കടത്തിലാക്കുന്നു. ഫേസ്ബുക്കിൽ കണ്ട ഒരു കുറിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. മാർപ്പാപ്പ അനുവദിച്ച ഏകീകൃത കുർബാന ഇതുവരെ എറണാകുളത്ത് റാഫേൽ തട്ടിൽ പിതാവ് അർപ്പിച്ചിട്ടില്ല. അദ്ദേഹം തലവനായിരിക്കാൻ യോഗ്യനാണോ? വിമത വൈദികർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രതിസന്ധി പരിഹരിക്കാനും കൂടുതൽ സമയം വേണമെന്ന സീറോ മലബാർ സിനഡിന്റെ സമീപകാല അഭ്യർത്ഥന അതിലും വലിയ അപവാദം മറച്ചുവെക്കാനുള്ള മാർപ്പാപ്പയ്ക്കെതിരെയുള്ള നീക്കമാണ്. വിമത സീറോ മലബാർ കൂരിയായും പാമ്പ്ളാനി പിതാവും കൂട്ടാളി വൈദികരും ചേർന്നുള്ള വലിയ തട്ടിപ്പ്. റാഫേൽ തട്ടിൽ എന്ന ബിഷപ്പിൽ ആർക്കും വിശ്വാസമില്ല. താഴത്തും തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുന്നു. എറണാകുളത്ത് ഏകീകൃത കുർബാന അവർ അർപ്പിച്ചിട്ടുമില്ല. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ, സിനഡ് സെക്രട്ടറി മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് തുടങ്ങിയവരാണ് ഈ തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രമെന്നാണ് ലേഖകൻ പറയുന്നത്. അവരുടെ ഇരട്ടത്താപ്പും വിമത വൈദികരുടെ പൂർണ്ണമായ കലാപവും സീറോ മലബാർ സഭയെ അരാജകത്വത്തിലേക്ക് നയിക്കുന്നത്. സഭ ചതിയിലൂടെ വഞ്ചകരുടെ കയ്യിലാണ്. സീറോ മലബാർ മീഡിയ സെക്രട്ടറി വടക്കേക്കര ഏറ്റവും കോടിയ തട്ടിപ്പുകാരനാണ്. വിൻസേഷൻ സഭയുടെ ധ്യാന കേന്ദ്രത്തിൽ നിന്നും പാമ്പ്ളാനി പിതാവിനെ കൊണ്ടുവന്ന കരിസ്മാറ്റിക് അട്ടിമറി വീരനാണെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാട് മാർപ്പാപ്പ വ്യക്തമാക്കി. കലാപം അവസാനിപ്പിക്കണം, നിർദ്ദേശങ്ങൾ അനുസരിക്കണം. എന്നിട്ടും ഈ തട്ടിൽ പിതാവും സിനഡ് നേതാക്കളുമായി തുടർച്ചയായി അതിൽ കാലതാമസം വരുത്തുകയും വഞ്ചിക്കപ്പെടുകയും തന്ത്രം മെനയുകയും ചെയ്തു. മാർപ്പാപ്പയുടെ അധികാരത്തെ ധിക്കരിക്കുന്ന പുരോഹിതന്മാരെ സംരക്ഷിക്കാൻ സമയം വാങ്ങുന്നു. എന്തൊരു ചതിയാണ് റാഫേൽ തട്ടിൽ പിതാവെ, കാവിൽ പുരയിടം പാമ്പ്ളാനി പിതാവെ. കൂടുതൽ സമയം എന്തിനാണ് നൽകുന്നത്? വഞ്ചനയുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പാമ്പ്ളാനി പിതാവും കലാപം സജീവമായി പ്രാപ്തമാക്കുകയാണ്. അനുസരണയില്ലാത്തവരും വിമതരുമായ പുരോഹിതന്മാരുമായി സഭയുടെ അച്ചടക്കത്തെ ഇല്ലാതാക്കാൻ ആർച്ച് ഡയോസസൻ മൂവ്മെന്റ് ഫോർ ട്രാൻസ്പെറൻസിയിൽ നിന്നുള്ള അവരുടെ കൊള്ളക്കാരുമായും കൈകോർത്ത് പ്രവർത്തിക്കുകയാണ്. ഏറ്റവും ഭയാനകമായ കാര്യം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം എറണാകുളം അങ്കമാലി വിമത വൈദികർ മേജർ ആർച്ച് ബിഷപ്പ്, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ പാമ്പ്ളാനി പിതാവ് എന്നിവരുമായി ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. തങ്ങളുടെ ഇടവകകൾ വിശുദ്ധ കുർബാനയ്ക്ക് യോജിച്ചതല്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരിക്കൽ നിയമിക്കപ്പെട്ടാൽ ഈ പ്രതിബദ്ധതകൾ ലംഘിക്കുന്നതിനു വേണ്ടി വത്തിക്കാൻ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന രേഖകളിൽ ഡീക്കന്മാർ ഒപ്പിടും. മാർപ്പാപ്പയുടെ തീരുമാനം അട്ടിമറിക്കും. സഭാവിശ്വാസികൾ തട്ടിൽ കൂട്ടുകെട്ട് തട്ടിപ്പിന്റെ വിവിധ വശങ്ങൾ മനസ്സിലാക്കണം.